ഹായ് ഫ്രണ്ട്സ്, വെറും 59 ലക്ഷം ഉണ്ടെങ്കിൽ അത് തീർത്തും നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പം 59 ലക്ഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു 2 നില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് പ്ലാരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം മാറിയാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ചുറ്റുപാടും തന്നെ വരുന്ന റോഡ് നമുക്കിതാണ് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടും വേറെയും ധാരാളം വീടുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ വണ്ടിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരാൻ വേണ്ടിയുള്ള സ്പേസൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പം 400 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറമേ കാണുമ്പോൾ ലുക്ക് കണ്ടോ, ഈ ഒരു ലുക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തുറന്ന് നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു വീട് 9 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് തിരുമല രാമേന്ദ്രയിൽ നമുക്കൊരു 3 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് 2 വീലറൊക്കെ വയ്ക്കാനുള്ള ഒരു പ്ലേസ് നമുക്ക് വരുന്നുണ്ട്. ഈ വീടിന് പൈപ്പ് കണക്ഷന് കിണർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു സൈഡിലാണ് നമുക്ക് കിണർ കണക്ഷൻ വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ കിണർ കണക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലായിടത്തും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഫ്രണ്ട് പോർഷൻ എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് കാണാം. നമുക്ക് 6x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. നമുക്ക് സൈഡിലെല്ലാം വാൾട്ടയിൽ നമുക്ക് ഈ ഒരു മാറ്റ് ഫിനിഷിങ് ടൈപ്പ് വരുന്ന ഒരു വാൾട്ടയിലാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ടെയിൽ കണ്ടോ, ഈ ഒരു ടൈപ്പ് ടെയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ സ്റ്റെപ്പൊക്കെ ചെറിയ സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്, അധികം ഹൈറ്റൊന്നുമില്ല. പിന്നെ സൈഡിൽ നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടി ഗ്രാനൈറ്റ് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഇരിക്കാൻ വേണ്ടി ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് ഡോർ ഉണ്ടോ, ഈ ഒരു പാറ്റേണാണ് നമുക്ക് ഫ്രണ്ട് ഡോർ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് ഡോർ നമുക്ക് ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലിവിങ് ഏരിയ അതായത് ഫ്രണ്ട് പോർഷനിലായിട്ട് വരുന്നുണ്ട്. ടെയിൽ കണ്ടോ, ഈ കാണുന്ന ഒരു വെറൈറ്റി ഡിസൈനുള്ള ഒരു ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ TV യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോർഡ് വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ സീലിംഗ് വർക്കും നമുക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ഹോൾ വരുന്നത് 18x16 ഡയമെൻഷനിലുള്ള ഒരു ഹോളാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയയാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ 12x10 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടിവുഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. കിച്ചണിൽ ധാരാളം ഷെൽഫുകൾ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടുത്തെ കിച്ചൻ്റെ വിശേഷം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ഡോറും നമുക്ക് ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഒരു സംഭവം നമുക്ക് ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ബെഡ്റൂമാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് ഉണ്ടോ, ഇതാണ് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് വെച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മിറർ, താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതും ബോർഡ് വർക്ക് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. നമുക്കിതാണ് ഇവിടുത്തെ PVC ഡോർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. നമുക്ക് ഫുൾ മാറ്റ് ഫിനിഷിങ് തന്നെയാണ് ടൈൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും നമുക്കിവിടെ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ കയറിയിട്ട് നമുക്ക് മുകളിൽ പോകേണ്ടത്. അപ്പോൾ സ്റ്റീലിലുള്ള ഒരു ഹാൻഡിൽസാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്.
താഴെ നമുക്ക് ഗ്രാനൈറ്റും ടെയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിവിടെ തറയിൽ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് ഇതാണ് മുകളിലോട്ട് കയറുമ്പോൾ ടോപ്പിൽ വരുന്ന സീലിംഗ് വർക്ക് ഫിൽറ്റ് ലൈറ്റിംഗ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ഇപ്പോൾ നമ്മൾ മുകളിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു 20x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്കൊരു ഫർഗോള ഡിസൈൻ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ലിവിങ് ഏരിയ. 20x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ആയിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു 2 ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം, നമുക്ക് ഇവിടെ ആയിട്ട് 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം ആകുക 12x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സീലിംഗ് വർക്ക് നമ്മൾ താഴെ കണ്ടാതെ ഒരു ടൈപ്പിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് PVC ഡോർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷവർ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെ ഒരു മിററും കൂടെ വരാനാണ് ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്പ് കിട്ടുന്ന ടെയിലും നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു സൈഡിലാണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ 8x6 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൈഡിൽ കണ്ടോ നമുക്ക് ഇവിടെ വാൾട്ടയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ 8x6 ഡയമെൻഷനുള്ള ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്ന പുറകിലത്തെ ബാൽക്കണി 10x6 ഡയമെൻഷനാണ് വരുന്നത്. നമുക്ക് ഇത്രയും ഒരു സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റെയർ കയറി ഈ മുകളിൽ നമുക്ക് ടെറസിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ കയറിയിട്ടാണ് പോകേണ്ടത്. വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 59 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണിനാണ് നമ്മൾ ഈ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നമുക്ക് ലോ ബഡ്ജറ്റിലുള്ള വീടുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്താൽ വീട് നിങ്ങൾക്ക് ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വീട് വാങ്ങിക്കാനായിട്ട്, ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്നെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീടെടുക്കാനായിട്ടൊക്കെ താല്പര്യമാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.